Hi everybody, welcome back and this is me Alaba guys. ഇന്നത്തെ ഒരു നമ്മുടെ ഇൻഫിനിക്സ് നോട്ട് 45 5G ആ ഒരു ഫോണിൻ്റെ ഒരു ഡീറ്റെയിൽ റിവ്യൂ ആണ് നമ്മൾ ഇന്നത്തെ വീഡിയോ വരാൻ പോകുന്നത്. ആ ഫോൺ ഇന്ത്യയിൽ ലോഞ്ച് ചെയ്യാൻ പോകുന്നതെന്ന് ഞാൻ അറിഞ്ഞു. അതുകൊണ്ടാണ് ഈ ഫോണിൻ്റെ ഒരു ഡീറ്റെയിൽ റിവ്യൂ നമ്മുടെ ചാനൽ ഞാൻ പറഞ്ഞിട്ടില്ലേ, ലേറ്റസ്റ്റ് ആയിട്ടുള്ള എല്ലാ ഫോണിൻ്റെ ഡീറ്റെയിൽസും ഞാൻ എൻ്റെ ഫോണിൽ അപ്പോൾ നിങ്ങളായിട്ട് അറിയിക്കും. അപ്പോൾ ചാനൽ അതിനുവേണ്ടി ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ്, വീഡിയോ ലൈക്ക് ചെയ്യാൻ, മാക്സിമം ഷെയർ ചെയ്യുക. വേറെ ഒന്നും പറയില്ല, നമുക്ക് നേരെ വീഡിയോ കിടക്കാം. നമ്മൾ എപ്പോഴും ഫോണിൻ്റെ ഡിസ്പ്ലേ തന്നെ തുടങ്ങുന്നില്ല. അപ്പോൾ നമുക്ക് നേരെ ഡിസ്പ്ലേ തന്നെ തുടങ്ങാം. ഡിസ്പ്ലേ സൈസ് നോക്കിക്കഴിഞ്ഞാൽ 6.8 ഇഞ്ചിൻ്റെ ഒരു ഫുൾ HD+ AMOLED ഡിസ്പ്ലേ ആണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. അതേപോലെ തന്നെ 120 Hz ഒരു റിഫ്രഷ് റേറ്റും പിന്നെ 120 Hz ഒരു ടച്ച് സാമ്പിളിംഗ് റേറ്റും കൂടി കൊടുത്തിട്ടുണ്ട്. പഞ്ച് ഹോൾ ഡിസൈൻ വരുന്നുണ്ട്. അത് ടോപ്പ് സെൻട്രലായിട്ടാണ്. 1300 നിറ്റ്സിൻ്റെ ഒരു പീക്ക് ബ്രൈറ്റ്നസ്സും കാര്യങ്ങളൊക്കെ ഇതിൽ വരുന്നുണ്ട്. പിന്നെ ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിന്റും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. IP57 റേറ്റിംഗും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. പിന്നെ പുറകിലായിട്ട് ഒരു ഹാലോ ലൈറ്റൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഡിസ്പ്ലേ സൈഡ് നോക്കിക്കഴിഞ്ഞാൽ എന്തുകൊണ്ടും നല്ലൊരു സ്പെക്കും കാര്യങ്ങളൊക്കെയാണ് കൊടുത്തിരിക്കുന്നത്. ഈ ഒരു ഫോണിൻ്റെ പ്രൈസ് നോക്കിയാണെങ്കിൽ 20,000 നമ്മുടെ ഇന്ത്യ മാർക്കറ്റിൽ ഇറങ്ങുമ്പോൾ അവൈലബിൾ ആവുന്നത്. ഈ ഒരു പ്രൈസ് റേഞ്ച്, ഈ ഒരു ഡിസ്പ്ലേ സ്പെക്ക് ഓക്കെയാണ്. നെക്സ്റ്റ് നമുക്കിനി പ്രൊസസ്സർ നോക്കിയേക്കാം. പ്രൊസസ്സർ നോക്കുമ്പോൾ MediaTek Dimensity 7020 എന്ന് പറയുന്ന ഒരു പ്രൊസസ്സറാണ് ഇതിൽ കൊണ്ടുവന്നിരിക്കുന്നത്. അതേപോലെ തന്നെ 5G സപ്പോർട്ടാണ്. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ നല്ലൊരു പ്രൊസസ്സറാണ് കൊണ്ടുവന്നിരിക്കുന്നത് എന്ന് വേണമെങ്കിൽ പറയാം. LPDDR4Xൻ്റെ റാമും UFS 2.2 ഒരു സ്റ്റോറേജും കൂടിയാണ് ഇതിൽ വരുന്നത്. പ്രൊസസ്സർ സൈഡ് നോക്കിക്കഴിഞ്ഞാലും ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഓക്കെ ആണെന്ന് പറയാൻ പറ്റും. ഇനി കഴിഞ്ഞാൽ ഇതിൽ എക്സ്റ്റൻഡ് റാം എന്നുള്ളൊരു ഫീച്ചർ വരുന്നുണ്ട്. എന്താണെന്ന് വെച്ചാൽ നമ്മൾ മെമ്മറിയിൽ നിന്ന് കുറച്ച് മെമ്മറി എടുത്തതിന് ശേഷം അതിനെ എക്സ്ട്രാ റാം ആയിട്ട് കൺവേർട്ട് ചെയ്യും. അങ്ങനെ നമുക്ക് 12 GB റാം വരെ കൺവേർട്ട് ചെയ്യാൻ പറ്റുമെന്നാണ് കമ്പനി അവകാശപ്പെടുന്നത്. ആൻഡ് നെക്സ്റ്റ് ഇതിൽ Android 40 ബേസ് ചെയ്താണ് ഈ ഫോൺ വരുന്നത്. സ്പീക്കേഴ്സ് വരുന്നുണ്ട്. അത് JBLന്റെ സ്പീക്കേഴ്സ് ആണ് ഇത് കൊണ്ടുവന്നിരിക്കുന്നത് ഇൻബിൽഡ് ആയിട്ട്. ക്യാമറ സെറ്റ് നോക്കുമ്പോൾ ഒരു ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പാണ് അവർ അവിടെ കൊണ്ടുവന്നിരിക്കുന്നത്. പ്രൈമറി ലെൻസ് നോക്കിക്കഴിഞ്ഞാൽ 108 മെഗാപിക്സലിൻ്റെ f1.7 അപ്പാച്ചറിൻ്റെ ലെൻസാണ് അവർ അവിടെ കൊണ്ടുവന്നിരിക്കുന്നത്. ആൻഡ് സെക്കൻഡ് ലെൻസ് നോക്കിക്കഴിഞ്ഞാൽ 2 മെഗാപിക്സലിൻ്റെ ഒരു മാക്രോ ലെൻസും ആൻഡ് തേർഡ് നോക്കിക്കഴിഞ്ഞാൽ 2 മെഗാപിക്സലിൻ്റെ ഒരു ഡെപ്ത് സെൻസറുമാണ് അവർ അവിടെ ബാക്കി കൊണ്ടുവന്നിരിക്കുന്നത്. ഫ്രണ്ട് ക്യാമറ നോക്കിക്കഴിഞ്ഞാൽ 32 മെഗാപിക്സലിൻ്റെ f2.2 അപ്പാച്ചറിൻ്റെ ഒരു ലെൻസാണ് ഫ്രണ്ടിൽ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ക്യാമറ സ്പെക്കും നോക്കിക്കഴിഞ്ഞാലും ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഓക്കെ ആണെന്ന് തന്നെ പറയാം. ബാറ്ററി സൈഡ് നോക്കിക്കഴിഞ്ഞാൽ 5000 mAh ബാറ്ററിയാണ് അവർ അവിടെ കൊണ്ടുവന്നിരിക്കുന്നത്. 35 വാട്ടിൻ്റെ ഒരു ഫാസ്റ്റ് ചാർജിങ്ങും 15 വാട്ടിൻ്റെ ഒരു വയർലെസ് ചാർജിങ് കൂടിയാണ് അവർ കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു പ്രൈസ് റേഞ്ച് എന്തുകൊണ്ടും 50 വാട്ടിൻ്റെ ഒരു ഫാസ്റ്റ് ചാർജിങ് കിട്ടില്ല ഒരു ഫീച്ചറായിട്ട് എനിക്ക് തോന്നി. നമ്മൾ പൊതുവേ കണ്ടുവരാറില്ല, എങ്കിലും ഇതിൽ അവർ കൊണ്ടുവന്നിട്ടുണ്ട്. ഫോൺ ഇറങ്ങും. ആൻഡ് ഈ ഫോൺ ഇറങ്ങുമ്പോൾ 2 കളർ വേരിയൻറ്റിലായിരിക്കും ഈ ഫോൺ മാർക്കറ്റിൽ അവൈലബിൾ ആവുന്നത്. ബ്ലാക്ക് ആൻഡ് ഗോൾഡ്, ഈ 2 കളർ വേരിയൻറ്റിലായിരിക്കും ഈ ഫോൺ മാർക്കറ്റിൽ അവൈലബിൾ ആവുന്നത്. അതേപോലെ തന്നെ ഈ ഒരു ഫോണിൻ്റെ ലോഞ്ച് ഡേറ്റ് കമ്പനി പറയുന്നത് June 21 ആണ് പറയുന്നത്. അപ്പോൾ നമുക്ക് വെയിറ്റ് ചെയ്യാം. ബാക്കി അപ്ഡേറ്റും ഇതേപോലെ തന്നെ ലേറ്റസ്റ്റ് ഫോണിൻ്റെ റിവ്യൂസും മൂവി റിവ്യൂസിനായിട്ട് എൻ്റെ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ്, വീഡിയോ ലൈക്ക് ചെയ്യാൻ, മാക്സിമം ഷെയർ ചെയ്യുക. അപ്പോൾ വേറെ ഒന്നും പറയില്ല. ദിസ് ഈസ് മീ, അത് സൈനിങ് ഔട്ട്.